ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവിങ് ഇൻ വിത്ത് ഷു ഗാരി. ഒരു അടിപൊളി ഒരു ഓവർവെൽമിങ് മൂവി എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് സഫിയയും കൂടി പുറത്ത് വന്നേക്കാണ്. അപ്പോൾ ചൂടോടെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഞാൻ അങ്ങനെ എന്താ പറയുക, അത്രയും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൂവി കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ ഒരു മൂവി റിവ്യൂ ഇടുന്നത്. ഞാൻ അങ്ങനെ അധികം മൂവി റിവ്യൂസ് ചെയ്യാറില്ല. എന്താ പറയുക, ഞാൻ ഇന്ന് പ്രണവ് മോഹൻലാലിൻ്റെ ഡിയാസിറെ കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. കുറച്ച് എന്താ പറയുക, ഞാൻ കുറേ ഇതൊക്കെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ കാണുമ്പോൾ ഞാൻ വെച്ചാൽ വയ്ക്കണം, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കടത്തി വെട്ടി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ജനറലി എനിക്ക് ഈ ഹൊറർ ജോൺറെ അത്ര ഒരു എന്താ പറയുക ഇഷ്ടമുള്ള ഒരാളല്ല. ഇഷ്ടം പേടി ഉള്ളത് കാരണം ഞാനങ്ങനെ എന്താ പറയുക ഈ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് ഹൊററിൽ ഈ ഗോസ്റ്റിൻ്റെയൊക്കെ പ്രസൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ പവേഴ്സിൻ്റെ പ്രസൻസിനെക്കാളും എനിക്ക് ഭയങ്കര സ്കെയറി ആയിട്ട് തോന്നുന്നത് അതിനകത്ത് സൗണ്ട് എഫക്ട്സ് ആണ് കേട്ടോ. അത് കാരണം ഞാൻ പലപ്പോഴും ചെവി പൊട്ടിയിരുന്നാണ് ഇങ്ങനത്തെ മൂവീസൊക്കെ കാണുന്നത്. അപ്പം ആ ഒരു ഇതെനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സംഭവമല്ല. പിന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള ഹൊറർ മൂവീസൊക്കെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. എന്നല്ലാതെ തിയേറ്ററിൽ അങ്ങനെ പോയി കാണുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇത് ഞാൻ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചാണ് എന്തായാലും വന്ന് കാണണം എന്നുള്ളത്. അപ്പം കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്തത് കാരണം വീക്ക് ഡേയിൽ തന്നെ രാവിലത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്ത് ല്യൂക്സിൽ തന്നെ PVR ല്യൂക്സിൽ വന്ന്, അതാകുമ്പോൾ നമുക്ക് കുറച്ച് കിടന്ന് ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുമല്ലോ. അത് കാരണം ല്യൂക്സിൽ തന്നെ ബുക്ക് ചെയ്ത് അവിടെ വന്ന് കാണുക ഉണ്ടായത്. നന്നായിട്ട് പേടിച്ചു കേട്ടോ. സഫിയ ക്യാമറയുടെ ബാക്കിൽ സഫിയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സഫിയ എക്സ്പീരിയൻസ്? സൂപ്പർ അല്ലേ? അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു കേട്ടോ. നന്നായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, ഈവൻ ഞാൻ കുറേ ഹോളിവുഡിൽ തന്നെ ഒത്തിരി ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ത് പറയുക, ലൈക്ക് നമുക്ക് ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിൻ്റെയൊക്കെ പ്രസൻസ് നമുക്ക് കാണാതെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ മൂവിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് കുറേ ഇങ്ങനത്തെ പ്രോസ്തറ്റിക്സൊക്കെ വെച്ച് മേക്കപ്പൊക്കെ ചെയ്ത ഗോസ്റ്റൊക്കെ വരുമ്പം അതിൽ കിട്ടുന്നതിനെക്കാട്ടിലും എഫക്റ്റായിരുന്നു ഒരു പ്രസൻസും ഇല്ലാത്തൊരു ഗോസ്റ്റ്. എന്നുവെച്ചാൽ ഒരു ഫിസിക്കൽ പ്രസൻസ് അതിനകത്ത് വളരെ കുറവാണ് ഗോസ്റ്റിൻ്റെ. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും തരുന്നില്ല. ലൈക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊന്ന് ഡയറക്ടർ രാഹുൽ സദാശിവനാണ് അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ മറ്റേ ഭൂതകാലം മൂവി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭൂതകാലത്തിൽ അതിനകത്ത് ഗോസ്റ്റായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ അതിനകത്ത് ഷാഡോയും ഇതൊക്കെ ആയിട്ട് വരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ലിസ്ബത്ത്. അപ്പോൾ അന്ന് ലിസ്ബത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ലിസ്ബത്ത് പറഞ്ഞു, എടി ഞാൻ ഇങ്ങനെ ഒരു ചെറിയ സിനിമയിൽ ഒരു ചെറിയൊരു പ്രേതത്തിൻ്റെ റോൾ ചെയ്യുന്നു പറഞ്ഞ് ഞങ്ങളതൊരു അത് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കണ്ടൊരു മൂവിയായിരുന്നു. അത് നെറ്റ്ഫ്ലിക്സിലാണ് OTTയിൽ റിലീസായതിനു ശേഷം ഞാൻ വീട്ടിൽ ഇരുന്ന് കണ്ടൊരു മൂവിയാണ്. പക്ഷെ അന്ന് ആ മൂവി വളരെ സിമ്പിളായിട്ട് എനിക്കൊന്ന് ഒരു വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് തന്നെ എനിക്ക് രാത്രി ഇന്ന് വാച്ച് ചെയ്തിട്ട് പേടിയായിട്ട് ഞാനത് പകുതി വെച്ച് നിർത്തി നെക്സ്റ്റ് ഡേയിലേക്കാക്കി ഡേ ടൈമിലായിരുന്നു കണ്ടത്. അപ്പോൾ അന്നേ ആ മൂവി വളരെ നല്ല രീതിയിൽ എടുത്തിരുന്ന ഒരു മൂവിയാണ്. എനിക്കൊന്ന് രേവതി മാമിനൊക്കെ അതിനകത്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു രക്ഷയില്ല. പ്രണവിൻ്റെ ഐ തിങ്ക് കരിയർ ബെസ്റ്റാണ് ഇതുവരെ ആസ് എൻ ആക്ടർ. ലൈക്ക് ഒരു നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രണവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊന്ന് പ്രോബ്ലി ഈ മൂവിയിലായിരിക്കും. ഇതുവരെയുള്ള നമ്മൾ ആദ്യം തൊട്ടുള്ള മൂവീസൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു സീസൺഡ് ആക്ടർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന എനിക്കൊന്ന് ജിബിൻ എന്നൊക്കെ പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു മെയിൻ റോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും ഓരോ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആൾക്കാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിരൺ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്. അപ്പം അവർക്ക് എന്താ പറയുക, എനിക്കൊന്ന് ന്യൂ ഫേസസ് ആണ്. പക്ഷേ അവരെല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു
മസ്റ്റ് വാച്ച് മൂവി. ഐ നോ ലൈക്ക് ഈ ഒരു ഫേസ് ഓഫ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ലൈക്ക് മൂവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം മലയാളം തന്നെയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്ന പല 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 മൂവീസ് നമ്മളെ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന കുറേ ക്രിയേഷൻസാണ് ഇപ്പം മലയാളത്തിലുള്ളത്. അപ്പോൾ അതിൽ ഒരു ആഡഡ് ഫെദർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്, മസ്റ്റ് വാച്ച്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഞാൻ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണും. ആരും കണ്ടിട്ടില്ല, എൻ്റെ ഫാമിലിയിലൊന്നും ആരും ഇതുവരെ വാച്ച് ചെയ്തിട്ടില്ല. എൻ്റെ ബ്രദർക്ക് ഓസ്ട്രേലിയയിൽ അവരിത് ഈ നെക്സ്റ്റ് വീക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് അവരും പോകുന്നുണ്ട്. സോ എല്ലാവരും പോയി കാണണം. എനിക്കൊന്ന് തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലേ നമുക്ക് ആ ഒരു അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നാലും ഈ ഏകദേശം എഫക്റ്റ് കിട്ടും, പക്ഷെ എന്നാലും തിയേറ്ററിൽ കാണുന്ന ഒരു എഫക്റ്റ് നമുക്ക് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എല്ലാവരും മസ്റ്റായിട്ട് പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവീസ് ഇൻ മലയാളം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ മലയാളത്തിലോ പ്രോബ്ലി ഈവൻ ഇന്ത്യൻ മൂവീസിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ഹൊറർ മൂവീസും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേറെയില്ല. ഓക്കെ, സോ ക്യാമറ ഷൈ ആയിട്ടുള്ള നമ്മുടെ സഫിയുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കാം. സഫി, എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ്? പേടിച്ചാ? ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെവിയൊക്കെ പൊത്തി കണ്ണുമൊക്കെ പൊത്തി, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട്. അതെ, ചെവിയും പൊത്തി കണ്ണും പൊത്തി. ചില സീൻസൊക്കെ ഞാനിങ്ങനെ കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ കണ്ടോണ്ടിരുന്നത്. നല്ലല്ലേ? അതെ. സഫിയൊക്കെ ഒരു ഒപ്പീനിയനും കൂടെ പറയാനുണ്ട് മൂവിനെ കുറിച്ച്. പറഞ്ഞ ലാസ്റ്റ് സീൻ ഇതിനകത്ത് കുറച്ച് സർപ്രൈസ് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, നമ്മൾ വിചാരിക്കാത്ത ഒരാളൊക്കെ വരുന്നുണ്ട്. പറയണ്ട. പിന്നെന്താ, നമ്മുടെ ലാലേട്ടൻ്റെ മോനാണെന്ന് പ്രണവ് തെളിയിച്ചു. ആ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് പ്രണവിന് ഇത്രയും ഒരു അടിപൊളി ആക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ അത് ശരിക്കും ആ മോഹൻലാലിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, ആക്ടർ ആസ് എൻ ആക്ടർ, ആ ഒരു ക്വാളിറ്റി, ആ ഒരു ലെവലിനോടൊപ്പം ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്നുള്ളത് ഈ മൂവിയിൽ തെളിയിച്ചു അല്ലേ? അടിപൊളി. നല്ലൊരു മൂവി കണ്ടതിൻ്റെ സന്തോഷത്തിൽ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.